മലയാളികളുടെ പ്രിയപ്പെട്ട വിഷുവിന് ശേഷമുള്ളൊരു വെള്ളിയാഴ്ച. വിഷുസദ്യ കഴിക്കാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം ഞങ്ങൾ ഒരു പൊതിച്ചോറുണ്ടാക്കി കഴിക്കാൻ തീരുമാനിച്ചു. അതിനായി വിഷുവിൻ്റെ അന്ന് മേടിച്ച 2 വാഴയില ഞങ്ങൾ കഴുകി വൃത്തിയാക്കി വാട്ടി പേപ്പറില്ലാത്തതുകൊണ്ട് സുപ്ര വിരിച്ച് അതിൽ മൂടിയിട്ട് എന്നിട്ട് നല്ല ചൂട് ചോറ് രാവിലെ ചൂട് ചോറും പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി ചെറിയ ഉള്ളിയും മുളകും പുളിയും ഉപ്പൊക്കെ ചേർത്തരച്ച നല്ല നാടൻ ചമ്മന്തി ഉരുട്ടിയത് അതൊക്കെ ഉണ്ടാക്കി വെച്ച് 2 ഇലയിലായിട്ട് വിളമ്പി വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഇട്ടിട്ടുണ്ടാക്കിയ വെഴുക്കുരുട്ടി നല്ല വെഴുക്കുരുട്ടിയും അതിനോട് കൂടി ചേർത്ത് ബീട്രൂട്ട് കുഞ്ഞാരയിട്ട് ഉണ്ടാക്കിയതുണ്ട്. ചുമന്ന ബീട്രൂട്ട് തോരനും ഒക്കെ ഇങ്ങോട്ട് വിളമ്പ് സൈഡിലോട്ട് അതിൻ്റെ കൂടെ കൈവളകാതില ചാർത്തിയില്ലേ കോടിയുടുത്തിലേ നല്ല നാടൻ നാരങ്ങ അച്ചാറും അതൊരു 2 പീസ് ചോറിലോട്ട് വെച്ച് പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി നല്ല നാടൻ പൊരിച്ച മീനും അധികം മസാലയൊന്നും ചേർക്കാതെ നല്ല മുളകൊടി മഞ്ഞപ്പൊടി മാത്രം ചേർത്ത് പൊരിച്ച നാടൻ പൊരിച്ച മീനും അതിൻ്റെ കൂടെ നാടൻ തീയിൽ പൊരിച്ച നല്ല 2 മുട്ട പൊരിച്ചതും ഒക്കെ ഇങ്ങോട്ട് വെച്ച് ആ ഇല ഇങ്ങോട്ട് നല്ല രീതിയിൽ നല്ലപോലെ പൊതിച്ചോറ് പ്രസ് ചെയ്ത് മടക്കി ഇങ്ങോട്ട് എടുത്ത് അതിനുശേഷം ആ പേപ്പറിന് പകരം വിരിച്ച പ്ലാസ്റ്റിക് പേപ്പർ സുപ്ര എന്ന് പറയും സൗദിയിൽ, അതും ഇങ്ങോട്ട് മടക്കി നല്ല കിടുവായിട്ട് ഒരു 1/2 മണിക്കൂർ അങ്ങനെ വെച്ചു. കണ്ടം നടുവാൻ ഞാറ്റടി കെട്ടിയിലേ പൊന്നാറ്റടി കെട്ടിയിലേ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ. അതുപോലെ 2 ഇലയും 2 പൊതിച്ചോറ്, ഞങ്ങൾ 2 ആണുള്ളത്, 2 ആൾക്ക് വേണ്ടിയുള്ള 2 പൊതിച്ചോറും നല്ല വൃത്തിയാക്കണം പൊതിഞ്ഞ് മടക്കി ഒരു 1/2 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് തുറന്നങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ മോനെ, എന്നാ ഒരു ടേസ്റ്റാറ്.